ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ RS ശശികുമാർ കൂടെ ചേരുന്നുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അംഗമാണ്. RS ശശികുമാർ, നമ്മൾ കണ്ടതാണ് സർവകലാശാലയിലെ നിരന്തരമായ ഓരോ സംഭവങ്ങൾ എപ്പോഴും വാർത്തയാകുന്നതാണ്. ഇപ്പോഴിതാ സർവകലാശാലയിൽ ഉത്തരക്കടലാസുകൾ കാണാതായെന്ന ഒരു വിചിത്രമായ വാർത്ത തന്നെ പുറത്തു വരുന്നത്. ഞെട്ടലോടെ തന്നെയാണ് വിദ്യാർത്ഥികളും ഈ സർവകലാശാലയിലെയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇതിനെ നോക്കിക്കാണുന്നത്. വലിയൊരു വീഴ്ച തന്നെയാണ് സർവകലാശാലയിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിനുള്ള ഒരു പരിഹാര മാർഗം? സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ അല്ല, ആ കുടുംബത്തിന്റെ ഭാവിയാണ്. അപ്പോൾ അത്രത്തോളം ആശങ്കയുള്ളതാണ് ഒരു കുട്ടിയുടെ പരീക്ഷ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് സർവകലാശാല അധികൃതർ നോക്കി കാണുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഒരു പേപ്പറോ മറ്റോ ചിലപ്പോൾ പാക്കിങ്ങിൽ മിസ്സായെന്ന് വരാം, അതുപോലും പാടില്ലാത്തതാണ്. ഇതല്ല, 71 ഉത്തരക്കടലാസുകൾ ഒരു അധ്യാപകന് കൊടുത്തയക്കുന്നു, അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് കൈമോശം വരുന്നു. കൈമോശം വന്നു കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് മാസങ്ങൾ എത്രയായി? ഇതുവരെ ഒരു നടപടി സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കുട്ടികൾ 3ാം സെമസ്റ്റർ കഴിഞ്ഞ് 4ാം സെമസ്റ്റർ കഴിഞ്ഞ് അവർ പലയിടത്തും ജോലിക്ക് പോയി കഴിഞ്ഞു. ഈ 71 കുട്ടികളുടെ റിസൾട്ട് മാത്രമേ ഇതുവരെ പബ്ലിഷ് ചെയ്യില്ല എന്ന് കാണുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടികൾക്ക് അടിയന്തരമായി പേപ്പർ മിസ്സായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യാൻ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പോൾ അവർ മറ്റു പലയിടത്തും ജോലിക്ക് പോയിരിക്കാം, ചിലപ്പോൾ വിദേശത്തായിരിക്കാം, ചില മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം. അവർക്ക് ഇനിയും പരീക്ഷ എഴുതാൻ വരിക എന്ന് പറയുന്നത് അവരെ കുട്ടികളെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പോൾ മുൻകാലങ്ങളിലെ ഒരു പേപ്പറെല്ലാം മിസ്സാവും, ചിലപ്പോൾ റീവാല്യൂ അവർക്ക് ആവറേജ് മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ അതിൽ ഒത്തിരി കൃത്രിമങ്ങൾ നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സർവകലാശാല ഈ ആവറേജ് മാർക്ക് കൊടുക്കുന്നത് നിർത്തിയിരുന്നു. പക്ഷെ ഇവിടെ അതല്ല. ഇപ്പൊ 71 കുട്ടികളുടെ പേപ്പറുകൾ ഒരു അധ്യാപകൻ നഷ്ടപ്പെടുത്തിയാൽ അധ്യാപകന്റെ പുറത്ത് ചിലപ്പോൾ നടപടി എടുക്കുമായിരിക്കും. അതുകൊണ്ട് എന്താ കാര്യം? മുൻകാലങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് പരീക്ഷ കേന്ദ്രീകൃത മൂല്യനിർണ്ണയം അനുസരിച്ച് നടത്തണമെന്ന് പറയുന്നത്. കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ആകുമ്പോഴത്തേക്കും പേപ്പർ അവിടെ വെച്ച് തന്നെ വാല്യൂ ചെയ്ത് അവിടെ പേപ്പർ അപ്പം തന്നെ മാർക്ക് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് അധ്യാപകരുടെ വീടുകളിൽ കൊടുത്തയക്കുകയാണ്. അവർ കൊണ്ടുപോയപ്പോൾ മിസ്സായിരിക്കാം. അത് അറിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അത് കൃത്യമായി കണ്ടെത്തി കുട്ടികൾക്ക് പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ സമയം കുട്ടികൾ നഷ്ടപ്പെട്ടില്ലായിരുന്നു. അവരുടെ 4ാമത്തെ സെമിസ്റ്ററിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് 3ാം സെമിസ്റ്ററിന് ഒരു പരീക്ഷയോടെ നടത്തി കൊടുക്കാമായിരുന്നു. ഇപ്പം 4ഉം കഴിഞ്ഞ് മാസങ്ങൾ ഇത്ര കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ 3ാം സെമിസ്റ്ററിന്റെ പരീക്ഷ എഴുതുമെന്ന് പറയുന്ന കുട്ടികളോട് കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അടിയന്തരമായി ആ വിദ്യാർത്ഥികൾക്ക് 3ാം സെമിസ്റ്ററിൽ മറ്റ് പേപ്പറുകൾ കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ ആവറേജ് കൊടുത്ത് ആ കുട്ടികളെ പാസ്സാക്കിയ തോറ്റു പോട്ടെ, ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്നതിന് പകരം ഇനി കുട്ടികൾ പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ ഇനി 1 വർഷം കഴിഞ്ഞ കുട്ടികൾക്ക് ഇനി പഠിക്കണ്ടേ? ഈ പലയിടത്തു നിന്ന് പുറത്തു പോയിട്ടുള്ള കുട്ടികൾ വരണ്ടേ? ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള വിവരമോ വിവേകമോ നിർഭാഗ്യവശാൽ സർവകലാശാല അധികൃതർക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ദുഃഖസത്യമാണ്. ഇവിടെ മന്ത്രി അപ്പപ്പോ കേരളത്തിലെ സർവകലാശാലകളെല്ലാം തന്നെ ഇപ്പോൾ A++ ആണ്. ഇനി അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴത്തേക്കും ഇത് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അതൊന്നുമല്ല. പൊതു സർവകലാശാലകളെ നശിപ്പിച്ച് സർവകലാശാലയുടെ വിശ്വാസ്യത ഇല്ലാതാക്കി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആളുകളെ പോകാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സർവകലാശാല നടത്തുന്നത്? ഇത്രയും കാര്യക്ഷമമില്ലാതെ ഭരണം നടത്തുന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഇത് വൈസ് ചാൻസലർ വളരെ ഗുരുതരമായി അതിനെക്കുറിച്ച് പരിശോധിക്കണം. ഞാൻ അറിഞ്ഞത് സർവകലാശാല VC തിങ്കളാഴ്ച അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ സിൻഡിക്കേറ്റിന്റെ സമിതിയുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളതാണ്. അത് ഇനിയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയില്ലേ? കേരളത്തിലെ സർവകലാശാലകളെ പൂർണ്ണമായും പൊളിറ്റിക്കലൈസ് ചെയ്ത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നതിനൊക്കെ വെറും രാഷ്ട്രീയമായി വിദ്യാഭ്യാസത്തിന്റെ ABCD അറിഞ്ഞുകൂടാത്തവരെ സർവകലാശാല ഭരണം ഏൽപ്പിച്ചതിന്റെ ദുരന്തമാണ് ഈ കാണുന്നത്. പക്ഷെ മന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് ഹബ്ബാകുമ്പോഴാണ് ലോക രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് വെറും കളവാണ്. ഇപ്പൊ മിച്ചം സംഭവിക്കാൻ പോകണം എന്താ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികൾ ഇനി അടുത്ത വർഷം കേരള സർവകലാശാല പഠിക്കാൻ വിദ്യാർത്ഥികൾ എണ്ണം ഇനിയും കുറയും. കാരണം സർവകലാശാല വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ സർവകലാശാല പഠിക്കാൻ കുട്ടികൾ അങ്ങനെ വരും. അതുകൊണ്ട് എനിക്കൊരു പറയാനുള്ളത്, സംഭവിച്ചു ശരിയാണ്. ആ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇത്രയും നാൾ ഡിലേ വരുത്തുന്നതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അതേപോലെ തന്നെ പേപ്പർ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിനോടൊപ്പം ഈ കുട്ടികളുടെ ഭാവിയെ കരുതി
കുട്ടികൾക്ക് അവരുടെ ഈ 3ാം സെമിസ്റ്ററിൽ മറ്റ് പേപ്പറുകൾ കിട്ടിയ ആവറേജ് മാർക്ക് അടിയന്തരമായി കൊടുത്ത് ആ കുട്ടികളുടെ റിസൾട്ടുകൾ 4ാം സെമിസ്റ്റർ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ട അടിയന്തര നടപടിയിൽ സർവകലാശാല കൈക്കൊള്ളുന്നതാണ് മാന്യത. ആ കുട്ടികളോട് നീതി കാണിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഉത്തരക്കടലാസ് ബൈക്കിൽ വെച്ച് കിട്ടിപ്പോയ ഒരു അധ്യാപകൻ എങ്ങനെയാണ് കളഞ്ഞു പോയത് എന്നത് ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ പരീക്ഷ പൂർത്തിയാകുന്നതിന് പിന്നാലെ ബണ്ടുകളായി തിരിക്കുന്ന ഉത്തരക്കടലാസുകൾ അധ്യാപകർക്ക് മൂല്യനിർണ്ണയത്തിനായി വീടുകളിലേക്ക് നൽകി കൊടുക്കുന്ന ഒരു പതിവ് സർവകലാശാലയിലുണ്ട്. ശരിക്കും അതിലൊക്കെ വലിയൊരു മാറ്റം തന്നെ വരണ്ടേ? എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് സുരക്ഷയുടെ ബാധ്യതയാണ്, ആർക്കാണ് ഇതിന് ഉത്തരവാദിത്വം എന്നുപോലും ഇല്ലാതെ വലിയ ഒരു ബണ്ടിലാക്കി കുട്ടികളുടെ അവരുടെ ജീവിതം തന്നെയാണ് അവർ ഉത്തരക്കടലാസിൽ പകർത്തുന്നത്. ആ ഒരു ഉത്തരക്കടലാസുമായി അധ്യാപകർ വീടുകളിലേക്ക് പോകുന്നു, മൂല്യനിർണ്ണയം നടത്തുന്നു. ആ ഒരു പതിവ് മാറ്റണ്ടേ? അല്ല, ഈ കോളേജിലെ അധ്യാപകരെന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും ഈ അൺഎയ്ഡഡ് കോളേജിലെ അധ്യാപകരാണ് കൂടുതലും സർവകലാശാലയിലെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യിക്കുന്നവർ. അവർക്ക് എന്തോ ഉത്തരവാദിത്വം, ആരോട് ഉത്തരവാദിത്വം? അവർ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് എയ്ഡഡ് കോളേജ് അധ്യാപകരോ അല്ല. ഇപ്പോൾ ഈ പേപ്പർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതും ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് അധ്യാപകനാണെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ അധ്യാപകരെല്ലാം അതുകൊണ്ടാണ് കേന്ദ്രീകൃത മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ടിരുന്നത്. കേന്ദ്രീകൃത മൂല്യനിർണ്ണയം നടത്തുമ്പോൾ അധ്യാപകർ അൺഎയ്ഡഡ് ആയാലും എയ്ഡഡ് ആയാലും ഗവൺമെന്റ് ആയാലും അവർ ആ സ്പോട്ടിൽ വന്ന് വാല്യൂ ചെയ്യും. ആ വാല്യൂ ചെയ്യുന്നെങ്കിൽ ആ വാല്യുവേഷന് ഉത്തരവാദിത്വം ഉണ്ടാവുമായിരുന്നു. ഇത്തരത്തിലുള്ള പേപ്പറുകൾ നഷ്ടപ്പെടില്ലായിരുന്നു. ആ സിസ്റ്റമൊക്കെ മാറ്റിക്കളഞ്ഞു. ആ സിസ്റ്റമൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും പേപ്പർ കൊണ്ട് ആരെങ്കിലും നഷ്ടപ്പെടുത്തും. അയാൾക്ക് അത്രയും സീരിയസ്നെസ്സേ ഉള്ളൂ. 71 കുട്ടികളുടെ ഫ്യൂച്ചറാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ചിന്തിക്കാനുള്ള വിവരമോ വിവേകമോ ഇല്ലാത്ത ഒരു അധ്യാപകൻ അയാൾ പേപ്പർ നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെടുത്തിയ കാര്യം അയാൾ അപ്പൊ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്ത് പാലക്കാട് എന്തോ വെച്ചാണ് നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നു. പൂജപ്പുര കോപ്പറേറ്റീവ് കോളേജിലുള്ള ഒരു അധ്യാപകനാണ്. ആ കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ നാട് ചിലപ്പോൾ പാലക്കാടായിരിക്കാം. അദ്ദേഹം പാലക്കാട് പോയപ്പോൾ സ്കൂട്ടർ വെച്ച് മിസ്സായി എന്ന് പറയുന്നു. ശരിയായിരിക്കാം. പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാക്കിയത് സർവകലാശാലയാണ്. ഇനി അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? ഇത്രയും നാൾ സർവകലാശാല എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അല്ലെങ്കിൽ ആ കുട്ടികളുടെ പരീക്ഷ 4ാം സെമിസ്റ്ററിന് മുമ്പ് നടത്താമായിരുന്നല്ലോ. 4ാം സെമിസ്റ്ററിൽ നടത്തിയിരുന്നെങ്കിൽ 3, 4 റിസൾട്ട് ഒന്നിച്ചൊന്ന് കുട്ടികളുടെ വർഷം നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. ഇപ്പൊ കുട്ടികളുടെ വർഷവും നഷ്ടപ്പെട്ടു. അവർ ഇനി ഒരു വർഷത്തിന് മുമ്പ് പഠിച്ചതെല്ലാം വീണ്ടും പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞാൽ ആ എഴുതണമെന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടികൾ പലരും പുറത്തായിരിക്കാം. ചില കുട്ടികൾ നാട്ടിലുണ്ടായിരിക്കാം. അപ്പൊ എല്ലാ കുട്ടികളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ലാബ്സിനെ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് ശരിയല്ല. ഇത് സർവകലാശാലയ്ക്ക് നല്ലതല്ല. സർവകലാശാലയെ കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് എന്തായാലും വൈസ് ചാൻസലർ എന്തോ യോഗം വിളിച്ചു കൂട്ടിയിട്ട് തീരുമാനിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടുകയോ നടപടി എടുക്കുകയോ എടുത്തു എന്നുള്ളതാണ് അതിലെ ഒരു വിചിത്രമായ സംഭവം. കാരണം ഈ അവസാന സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷ അത്രത്തോളം അവതാളത്തിലാക്കിയിരിക്കുന്ന ഒരു ഗുരുതര പാളിച്ച സംഭവിച്ചിട്ട് ഇപ്പോൾ 9 മാസം കഴിയുമ്പോഴാണ് ഒരു നടപടിക്ക് പോലും അല്ലെങ്കിൽ ഒരു തീരുമാനം യോഗം വിളിച്ചൊരു നടപടിക്ക് ഒരുങ്ങുന്നത് പോലും. അതും വലിയൊരു പാളിച്ച തന്നെയല്ലേ? ഇതൊരു കേരള മോഡൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ അപമാനമല്ലേ? പക്ഷേ അത് മന്ത്രിയോട് പറയാനൊക്കില്ലല്ലോ. മന്ത്രി പറയുന്നത് ഇത് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സർവകലാശാലയായി കേരളത്തിലെ സർവകലാശാല മാറിയിരിക്കുന്നത് സ്വയം വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉള്ളപ്പോൾ നമുക്കിതൊക്കെ സഹിക്കല്ല, വേറെ മാർഗമില്ല. പക്ഷെ ഇതിന്റെ മിച്ചമതാണ് നമ്മുടെ കുട്ടികൾ ഈ വർഷം തന്നെ പല കോളേജുകളിലും ഈ നിയർലി 40% PG സീറ്റുകൾ ഒഴിഞ്ഞടക്കുമ്പോൾ അടുത്ത വർഷം ഈ പെർസെന്റേജ് കൂടും എന്നുള്ള കാര്യം സംശയം വേണ്ട. ഇല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചാൽ അടുത്ത വർഷം മന്ത്രി എന്തോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനുണ്ടോ, അവർക്ക് കുറച്ച് കൂടുതൽ കുട്ടികളെ അങ്ങോട്ടേക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കാത്ത മിടുക്കരായ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം കേരളത്തിൽ നടക്കാനൊക്കാത്ത ഒരവസ്ഥാവിശേഷം കേരളത്തിൽ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.